പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ 10ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ മോക്ക് ടെസ്റ്റാണ് നടത്താൻ പോകുന്നത്. കേരള ഹിസ്റ്ററിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കേരളം ആധുനികതയിലേക്ക്. ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ പഠിക്കാം. ചോദ്യങ്ങൾ ഒരുപാട് തവണ ആവർത്തിച്ച് വന്നിട്ടുള്ള ചാപ്റ്ററും കൂടിയാണ്. അപ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റിലേക്ക് പോകാം. മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ശ്രമിക്കുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയങ്കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആര്? പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയങ്കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആര്? ഉത്തരം കുഞ്ഞാലിമരക്കാർ മൂന്നാമൻ. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയങ്കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലിമരക്കാർ മൂന്നാമനാണ്. അടുത്ത ചോദ്യം, കുളച്ചൽ യുദ്ധം നടന്ന വർഷം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1741. കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത് ഡച്ചുകാരും തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധമാണ്. ഈ യുദ്ധത്തോടെ ഡച്ചുകാർ പരാജയപ്പെടുകയും അവർക്ക് കേരളം വിട്ടു പോകേണ്ടി വരികയും ചെയ്തു. 1741 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. അടുത്ത ചോദ്യം, കർണാട്ടിക് യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു? കർണാട്ടിക് യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു? ഉത്തരം ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. ഇതിൽ ഫ്രഞ്ചുകാർ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അടുത്ത ചോദ്യം, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി കേരളത്തിലെത്തി ബ്രിട്ടീഷുകാർ സാമൂതിരിയെ സന്ദർശിക്കുകയും വ്യാപാര ഉടമ്പടികൾ ഒപ്പുവയ്ക്കുകയും ചെയ്ത വർഷം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി കേരളത്തിലെത്തി ബ്രിട്ടീഷുകാർ സാമൂതിരിയെ സന്ദർശിക്കുകയും വ്യാപാര ഉടമ്പടികൾ ഒപ്പുവയ്ക്കുകയും ചെയ്ത വർഷം ഏതാണ്? ഉത്തരം 1615. അടുത്ത ചോദ്യം, ഹിസ്റ്ററി ഓഫ് കേരള ആരുടെ ഗ്രന്ഥമാണ്? ഹിസ്റ്ററി ഓഫ് കേരള ആരുടെ ഗ്രന്ഥമാണ്? ഉത്തരം സർദാർ KM പണിക്കർ. അടുത്ത ചോദ്യം, ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം. ഉത്തരം 1721. 1721 ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോവുകയായിരുന്ന 150ഓളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ചു. ഇത് ആറ്റിങ്ങൽ കലാപം എന്നറിയപ്പെടുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായാണ് ആറ്റിങ്ങൽ കലാപത്തെ കണക്കാക്കുന്നത്. വർഷം 1721. അടുത്ത ചോദ്യം, ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ച വർഷം. ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ച വർഷം. ഉത്തരം 1792. ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ച വർഷം. മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് ശ്രീരംഗപട്ടണം സന്ധി. അപ്പോൾ ഇത് പ്രകാരമാണ് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിക്കുന്നത്. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച വർഷം. തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച വർഷം. ഉത്തരം 1795. അടുത്ത ചോദ്യം, കേരളസിംഹം എന്ന ചരിത്ര നോവലിൻ്റെ കർത്താവ് ആര്? കേരളസിംഹം എന്ന ചരിത്ര നോവലിൻ്റെ കർത്താവ് ആര്? ഉത്തരം സർദാർ KM പണിക്കർ. കേരളസിംഹം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരാണ്? പഴശ്ശിരാജയാണ്. അദ്ദേഹത്തെ പറ്റി പറയുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി സർദാർ KM പണിക്കർ എഴുതിയ ചരിത്ര നോവലാണ് കേരളസിംഹം. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തൻ്റെ വജ്രമോതിരം വിഴുങ്ങി പഴശ്ശിരാജാവ് ആത്മഹത്യ ചെയ്തതായാണ് നോവലിലെ പരാമർശം. അപ്പോൾ കേരളസിംഹം എന്ന നോവൽ എഴുതിയിട്ടുള്ളത് സർദാർ KM പണിക്കർ. അടുത്ത ചോദ്യം, പഴശ്ശിരാജ വധിക്കപ്പെട്ടത് എന്ന്? പഴശ്ശിരാജ വധിക്കപ്പെട്ടത് എന്ന്? ഉത്തരം 1805 നവംബർ 30 പഴശ്ശിരാജ വധിക്കപ്പെടുന്നത്. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം. തിരുവിതാംകൂർ പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം. ഉത്തരം 1865. അടുത്ത ചോദ്യം, കൊച്ചി കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം. കൊച്ചി കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം. ഉത്തരം 1914 കൊച്ചി കുടിയായ്മ നിയമം നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം. ഉത്തരം 1929. ആലപ്പുഴയിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ച വർഷം. ആലപ്പുഴയിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ച വർഷം. ഉത്തരം 1859. പുനലൂർ പേപ്പർ മിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല. പുനലൂർ പേപ്പർ മിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല. ഉത്തരം കൊല്ലമാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക്. ഉത്തരം നെടുങ്ങാടി ബാങ്ക്. ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു? ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു? ഉത്തരം തിരുവിതാംകൂർ. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരായിരുന്നു? മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരായിരുന്നു? ഉത്തരം ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്.
അടുത്ത ചോദ്യം, മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് ആരായിരുന്നു? മലയാള ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് ആരായിരുന്നു? ഉത്തരം അർണോസ് പാതിരി. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ സമ്പൂർണ്ണ ഗ്രന്ഥം ഏത്? മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏത്? ഉത്തരം സംക്ഷേപ വേദാർത്ഥം. അടുത്ത ചോദ്യം, ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയതാര്? ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയതാര്? ഉത്തരം ബെഞ്ചമിൻ ബെയ്ലി. അടുത്ത ചോദ്യം, ആദ്യത്തെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു പ്രസിദ്ധപ്പെടുത്തിയത് ആര്? ആദ്യത്തെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു പ്രസിദ്ധപ്പെടുത്തിയത് ആര്? ഉത്തരം ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് ആണ്. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളും കൺഫ്യൂഷൻ വരാം. ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ബെഞ്ചമിൻ ബെയ്ലിയും അതേപോലെ ആദ്യത്തെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ഹെർമൻ ഗുണ്ടർട്ടുമാണ്. അടുത്ത ചോദ്യം, പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് 1817 വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് 1817 വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ഉത്തരം ഗൗരി പാർവതി ബായി. പ്രൈമറിയിൽ ഒരു പായില്ലേ, ഗൗരി പാർവതി ബായിലും ഒരു പായുണ്ട്, അത് വെച്ച് ഓർത്ത് വെക്കുക. 1817 തിരുവിതാംകൂർ ഭരണാധികാരി ആയിട്ടുള്ള ഗൗരി പാർവതി ബായി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിപ്പിച്ചു. അടുത്ത ചോദ്യം, സമത്വ സമാജം എന്ന പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? സമത്വ സമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം വൈകുണ്ഠസ്വാമികൾ. ആത്മവിദ്യാസംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്? ആത്മവിദ്യാസംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം വാഗ്ബട നന്ദൻ. ആത്മവിദ്യാസംഘത്തിന്റെ സ്ഥാപകൻ വാഗ്ബട നന്ദൻ. അടുത്ത ചോദ്യം, സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാര്? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാര്? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. അടുത്ത ചോദ്യം, ചാന്നാർ ലഹള നടന്ന വർഷം? ചാന്നാർ ലഹള നടന്ന വർഷം? ഉത്തരം 1859. ചാന്നാർ ലഹള നടന്ന വർഷം 1859. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം? ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം? ഉത്തരം 1888. 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത്. ഇത്രയാണ് നമ്മുടെ ചോദ്യങ്ങൾ. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ ആ ചാപ്റ്റർ നന്നായിട്ട് നോക്കണം. കാരണം ഹിസ്റ്ററി ഒരുവിധം കേരളത്തിലെ ഒരുവിധം സംഭവഗതികളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ചാപ്റ്ററിൻ്റെ മോക്ക് ടെസ്റ്റായിട്ട് കാണാം. അതുവരേക്കും ബൈ.